ഹലോ ഗൈസ്, വെൽക്കം ടു ഹാപ്പി ബേബി ഫിഷിംഗ്. ഗൈസ്, അപ്പോൾ കുറേ ദിവസമായിട്ട് കുറേ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഇന്ന് നമ്മളെ കിണറിൽ മീൻ കയറി നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മളെ കിണറിലെ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് പോയോ. അപ്പോഴേക്കും ഈ വലിയ കുളത്തിൽ നിന്ന് ഞാൻ 2 വരാലിനെ പിടിച്ചിട്ട് വെക്കാം ഗൈസ്. എടാ, അത് വരാലല്ലടാ ഗൈസ്. നമ്മൾ മണ്ണീര് കൊടുത്തിട്ട് മീനെ നോക്ക്. ഓ മൈ ഗോഷ്. ലോഡ് കണക്കിന് തീറ്റ എടുക്കുന്നില്ല, പക്ഷെ മണ്ണേരി എടുക്കുന്നില്ല. മീനുകൾ കണ്ടോ? മീനുകൾ ഒരു ലോഡ് മീനുണ്ട് കേട്ടോ. ഇതൊന്നും കണ്ണിനൊക്കെ അമ്മ വലിയ മീൻ. കാർപ്പ് പിക്ക് മീൻ. ഓ മൈ ഗോഷ്, ഇത്ര വലിയ മീൻ. വലിയിട്ടാലാ, സ്ലിംഗ് ഷോട്ട് വെച്ചടിച്ചാലാ മൈത് സെറ്റാവും തോന്നുന്നുണ്ടതിൽ. നോക്കട്ടാ, എവിടെ അവന്മാര്? ഗൈസ്, ഇതെനിക്ക് മീൻ പിടിക്കാൻ അറിയാത്തതുകൊണ്ടല്ല, മീൻ തീറ്റ എടുക്കുന്നില്ല. കണ്ട ഇതെന്ത് മീനാണെന്ന് പോലും എനിക്കറിയാൻ പറ്റുന്നില്ല. ദേ നോക്ക്, വലിയ മീൻ. ഗൈസ് കണ്ട വലിയ മീനാണ് കേട്ടോ, വലുത്. ഇതെന്ത് മീന്? ആദ്യമായിട്ട് കാണുന്നു. ഇവിടെ കുരുത്തിട്ട് വെച്ചിരിക്കുന്നുണ്ടാ, നടുക്ക കുരുത്തി. അപ്പുറത്ത് മീൻ പോവാണ്ടിരിക്കാൻ മറ്റേ പുല്ല് പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കുരുത്തിൻ്റെ നീളം കണ്ടോ? ആ കണ്ടോ? അതുവരെ ഉണ്ട് കേട്ടോ കുരുത്തിൻ്റെ നീളം. ഗൈസ്, 2 മഴ പെയ്തപ്പോൾ ഇതാണ് നമ്മുടെ നാട് കേട്ടോ. ഫുള്ള് പച്ചപ്പും വെള്ളവും മാത്രം. ഗൈസ്, നമ്മൾ വലിയ കുളത്തേക്ക് പോവാണ് കേട്ടോ. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് വലിയ കുളത്തേക്ക് പോണത്. അവിടെ ശരിക്കും പഞ്ചായത്തുകാർ വളർത്തുന്ന മീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മുതൽ നമുക്ക് മീനുകൾ പിടിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് അങ്ങോട്ട് പോകുന്നത്. ഗൈസ്, ഇത് ഇത്രയ്ക്ക് മുട്ട് വരെ വെള്ളമായിട്ടോ. ഞാൻ അയ്യോ നല്ല ചളിയുണ്ട്. പാൻറ്റൊക്കെ കയറ്റി വെച്ചാണ്, പക്ഷെ പാൻറ്റൊക്കെ നല്ലപോലെ ഒരു നനയുണ്ട്. പക്ഷേ നല്ല വൈബായിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് വരമ്പാണോ എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഇതേ കണ്ടോ, ഇവിടെ ഫുള്ള് ഇത് ഇത്രയ്ക്ക് വെള്ളമുണ്ട്. ആകെ 2 മഴയെ പെയ്തിട്ടുള്ളൂ ഗൈസ്. അപ്പോഴേക്കും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അത്ര ദൂരം പോവുള്ളൂ കേട്ടോ. നടന്ന് വയ്യണ്ടായി. ഇനിയിപ്പോൾ ഇരിക്കാന്ന് വെച്ചാൽ ഫുള്ള് വെള്ളം. ഇനിയിപ്പോൾ നമ്മൾ എവിടെ പോയിരിക്കും? ഒരു വഴിയില്ല, നടക്ക തന്നെ വഴി. അയ്യോ, ഇതാണ് നമ്മുടെ സ്പോട്ട് കേട്ടോ. ഇവിടെ കിട്ടാത്ത മീനില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. നമുക്ക് പിന്നെ എവിടെ നിന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കാം ഗൈസ്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. ഗൈസ്, കാസ്റ്റ് ചെയ്തിട്ട് കിട്ടാണ്ടായപ്പോഴില്ലേ, ഞാൻ മണ്ണീര് കോർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലെന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. ഇതുണ്ടോ, പാടത്തൊക്കെ ഫുള്ള് വെള്ളമാണ്. പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് സൂപ്പറായിട്ട് ഇവിടെ കാസ്റ്റ് ചെയ്യാവേ. ഇവിടെ അല്ലേ കാസ്റ്റ് ചെയ്യല്ലേ ഗൈസ്, നമ്മൾ സാധാരണ ചൂണ്ട. കുറേ നാളായി നമ്മളങ്ങനെ സാധാരണ ചൂണ്ട ട്രൈ ചെയ്തിട്ട്. നോക്കാം ഏതെങ്കിലും ഭീകരനെ കിട്ടുമോയെന്ന്. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലേ ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. നീ നോക്ക്, കുളവാട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ വലിയ കട്ട്ള, വലിയ സിലോപ്പി, വലിയ നീർനായി, അതും കൂടി ഉണ്ട് ഗൈസ്. നമ്മൾ മണ്ണിൽ ഇട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മീൻ കിട്ടാതിരിക്കില്ല എന്ന് വിചാരിക്കണോ ഗൈസ്? കൊത്തണ പോലും ഇല്ലല്ലോ. നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കാല്ലേ. ഒരു മീൻ പോലും കൊത്തണില്ലല്ലോ. എന്തായിരിക്കും? ഇവിടെ നോക്കിക്കിടന്നില്ലെങ്കിൽ താഴെ കിടക്കും. അമ്മച്ചി, കുറേ നേരം ഇട്ടോ കൊത്തുന്ന പോലും ഇല്ലാന്നേ. മീനുകളൊക്കെ നല്ല അടിയിലാണോ, ഒഴുകി പോയെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ചേടാ, കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് കൊത്തുന്ന പോലും ഇല്ല ഗൈസ്. കാസ്റ്റ് ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല കേട്ടോ. പലതരം പരീക്ഷണങ്ങൾക്ക് ശേഷം നമ്മൾ പുൽച്ചാടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ.
ഒന്നും കിട്ടണില്ല ഗൈസ് മീൻ. കുറേ ഉണ്ട്, പക്ഷേ നമ്മളെന്ത് മണ്ണിരിട്ടിട്ട് കിട്ടാത്ത മീനെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടുത്തെ മീനുകൾക്ക് എത്ര ജാടുണ്ട് നോക്കണേ. അയ്യോ, അപ്പോൾ നമ്മൾക്ക് ഈ സാധനം ഇടാം കേട്ടോ. ഇതിൽ കിട്ടും കേട്ടോ, അതിൽ ഉറപ്പായും കിട്ടും. പക്ഷെ ചെറിയ മീനാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവന്മാർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗൈസ് ഇത് നോക്ക്, വലിയ വാളൻ്റെ തല. 2 ദിവസമായിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. കുറച്ച് അഴുകിയിട്ട് സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അമ്പോ, അതിൻ്റെ തല നോക്ക്. ആ ഇല വെച്ച് നിങ്ങൾ തല കമ്പയർ ചെയ്താൽ മതി. അയ്യോ, സോ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഉള്ളിൽ എത്ര വലിയ മീനാണ് ഉള്ളതെന്ന്. ഗൈസ് നമ്മൾ അവസാനം നടന്ന് വീണ്ടും കിണറിലെത്തിയിട്ടുണ്ട്. മീനെ നോക്ക്. പക്ഷെ അവന്മാരൊന്നും കിട്ടണില്ല. നീ എന്താ ചെയ്യാൻ പറ്റുക? അവസാനമായിട്ട് ദേ ഈ ലൈവ് മീൻ കൂടി ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവന്മാരെന്തുകൊണ്ടാണ് ഇങ്ങനെ തീറ്റ എടുക്കണമെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടണില്ല കേട്ടോ. ഇത് കണ്ടോ, എത്ര വലിയ വലിയ മീൻ. ഇപ്പം നിങ്ങൾ പറയും ഇതെൻ്റെ മീൻ പിടിക്കാൻ അറിയാത്ത കുഴപ്പമൊന്നുമില്ല. ഞാൻ എത്ര ബൈറ്റ് ഇട്ട് കൊടുത്തു, എത്ര ടൈപ്പ് ഇട്ട് കൊടുത്ത് ബൈറ്റ്, എന്നിട്ട് ഇവന്മാർ കൊത്തണില്ല. എന്ത് ചെയ്യും നമ്മൾ? അയ്യോ, ഇതൊക്കെ നോക്കും നിങ്ങൾ. ഞാൻ നിർത്തി ഗൈസ്. 12 മണിക്ക് തുടങ്ങിയതാണ് അംഗം, ഇപ്പം 5 മണിയായി. ഗൈസ് കിണറിന്നൊക്കെ നമ്മൾ വന്നു. ഇപ്പം നമ്മൾക്ക് കുറച്ച് സമയമുള്ളൂ, ഇപ്പം 6:30 ആയിട്ടോ. എന്തായാലും നമ്മൾക്ക് മീൻ കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഗൈസ്. അപ്പോൾ എനർജി ഒന്നും ഇല്ല, എന്നാലും ഈ ഒരു സ്പോട്ടിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഗൈസ് ഒരു കുട്ടി വരാൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കണ്ട, ചെറിയ വരാൽ കുട്ടിയാണ് കേട്ടോ. കണ്ട നമുക്ക് ഫ്രോഗിൽ കിട്ടില്ല, അത്രയും ചെറുതാണ് കേട്ടോ. അവൻ ഉള്ളിലേക്ക് പോയി. അതെന്താ വലിയ വരാല്. അപ്പോൾ ഇപ്പൊ സമയം 7 മണി കഴിഞ്ഞു. ഇപ്പൊ ഇരുട്ടാവണ വരെ ഞാൻ ഇന്നത്തെ മീൻപിടുത്തം അത്യാവശ്യം നല്ല രീതിക്കാണ് ശ്രമിച്ചത്. ഇനി പറയുക ഗൈസ്, മീൻ കിട്ടാത്തത് എനിക്ക് മീൻ പിടിക്കാൻ അറിയാത്തതുകൊണ്ടാണോ, അത് മീൻ ശരിക്കും കിട്ടാത്തതുകൊണ്ടാണോ എന്ന്. ഇതിപ്പോൾ കണ്ടോ, പാടത്താണ് നിൽക്കുന്നത്. ഞാൻ ഇത്ര നേരം വരാല് അറ്റ്ലീസ്റ്റ് ആ ഇരുട്ടാവണ വരെയെങ്കിലും ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷെ കിട്ടുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. എന്തായാലും നമ്മൾക്ക് ഇപ്പം ഇവിടുന്ന് പോകാം, കാരണം ഇവിടെ പാമ്പുള്ള ഏരിയ ആണ് കേട്ടോ. ഞാൻ ഓരോ തവണ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ പറയണത് അടുത്തയിലെങ്കിലും ഒരു മീനിനെങ്കിലും പിടിക്കണം എന്നാണ്. എന്റെ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട് ഗൈസ്. ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് 10 മണിക്ക് ഇറങ്ങിയാണ്. ഡേ ഇപ്പൊ വീട് എത്തിയിട്ടില്ല. ഇപ്പൊ സമയം ഞാൻ കാണിച്ചു തരാം കേട്ടോ. സമയം 7:15 കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയം വരെ ഞാൻ ഫിഷിങ്ങിന് വേണ്ടി മാത്രം മാറ്റി വെച്ചതാണ്. എന്നിട്ട് ഞാൻ ഇത്രയും ശ്രമിച്ചിട്ടും എനർജി കുറവായിട്ട് പോലെ ഞാൻ ശ്രമിക്കാറുണ്ട് ഗൈസ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഗൈസ് എനിക്ക് കിട്ടാത്തത്? എനിക്ക് പറയാനുള്ളത്, എനിക്ക് മീൻ പിടിക്കാനുള്ള കഴിവില്ലാത്തോണ്ടല്ല, പിന്നെ എന്തുകൊണ്ടായിരിക്കും? മീൻ ചിലപ്പോൾ അടിക്കാത്ത സമയമാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. 4-5 സ്പോട്ടിൽ നിന്ന് നമ്മൾ പോയിട്ടുണ്ട്. എല്ലാ തീറ്റയും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. മണ്ണിരയിൽ അടിക്കാത്ത മീൻ എവിടെയെങ്കിലും ഉണ്ടാവും, പക്ഷെ മണ്ണിരയിൽ പോലും ഇവിടുത്തെ മീൻ അടിക്കുന്നില്ല ഗൈസ്. ഓരോ തവണ ഞാൻ ഫിഷിങ്ങിന് പോകുമ്പോഴും ഇന്നെങ്കിലും എനിക്ക് മീൻ കിട്ടണം, ഇന്ന് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ തിരിച്ചു വരുമ്പോ ഞാൻ ഭയങ്കര സങ്കടത്തിലേ വരുന്നത്. അയ്യോ മീൻ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് 2 സബ്സ്ക്രൈബേഴ്സ് ചേച്ചി വീഡിയോയില് അവരുടെ പേരൊന്ന് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ, നമ്മൾ ഉറപ്പായും പറയും ഗൈസ്. അപ്പൊ ഫെബിൻ പിന്നെ അർജുൻ ഗിരീഷ് എന്നുള്ള 2 കുട്ടികൾ അവരുടെ പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഞാൻ നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ, ബൈ.